ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നേക്കുന്ന പുതിയൊരു വീട് വാങ്ങിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പം നമ്മളിന്ന് ചെറിയൊരു ഓഫ് റോഡ് സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളെ കരിമ്പനെ കാട്ടാനിനെ എടുത്തുകൊണ്ടാണ് നമ്മൾ പോകണം. നമ്മളെ കാട്ടാന വീട് ഇതാണ്. 5 വണ്ടി ഇടാൻ പറ്റും. മറ്റേ വീടിൻ്റെ കാര്യം കൊള്ളാം, പക്ഷേ ഒരു വിഷയമേ ഉള്ളൂ ഗൈസ്, അവിടെ ഗരാജ് ഒന്നും അടുത്തില്ല. അപ്പം നമുക്ക് പോവാം. നമ്മൾ ആനക്കൂട്ട് സ്റ്റാർട്ട് 6 റിവേഴ്സ് ഇട്ടാ നമുക്ക് പോവാം. എന്ത് വണ്ടി കറങ്ങി വരുന്നില്ല. വന്ന് ഗൈസ്. അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ആളായില്ലേ ഗൈസ്. അപ്പം നമ്മളൊന്ന് പറത്തി വീഡിയോയാണ്. 5ാമത്തെ ഇയർ നമ്മളെ കേരളത്തിലെ ഡ്രിഫ്റ്റങ്ങ് അടിച്ച നമ്മൾ പ്രോ ഡ്രൈവറായിട്ട് നമ്മളെ വണ്ടി ഇടിക്കത്തൊന്നുമില്ല. ക്യാൻ 13 ഉണ്ട്, അത് കുഴപ്പമില്ല. തൊട്ടുകൂടി തിരിഞ്ഞു പോയാൽ പണി പാടും. നമ്മളെ വണ്ടി പോയേ ജസ്റ്റ് ഇടിച്ച് തള്ളിയിട്ട്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഷോറൂം എത്തി. അവിടുന്ന് എങ്ങാണ്ടാണ് ഇങ്ങോട്ട് പോകാനുള്ള അത് തന്നെ. കാട്ടാനെല്ലാം ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഈ പോണത്. നമ്മളല്ലേ ഓട്ടിക്കണം, പിന്നെ ഇങ്ങനെ ചവിട്ടി മെതിക്കാതിരിക്കും. പാട്ടൊന്നും വിടണ്ട, തെറിപ്പിച്ചങ്ങ് വിടാം. ഇതിപ്പോൾ എത്ര സ്പീഡാ? 150 കഴിഞ്ഞ. നമ്മൾ മാപ്പ് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെയാണ് വീഡിയോ വെക്കാനൊക്കെ പരസ്യം കാണിച്ചു തന്നിരിക്കുന്നു നമുക്ക്. അടുത്ത വീഡിയോ കിട്ടും വരെ ഇവിടെയാണ് ശരണം. ഇനി വീട്ടിൽ കാണുന്ന വണ്ടികളെല്ലാം ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അതാണ് അടുത്തത്. 1.5 കിലോമീറ്റർ ഒന്നും അല്ല, 1.2 കിലോമീറ്റർ കൂടെ ഉള്ളൂ നമുക്ക് ഇനി വീടുകെത്താൻ. ഇവിടുന്ന് തിരിയണം, ഇല്ലെങ്കിൽ പണി പാടും. നമുക്ക് പറത്തി വിടാം. 7ാമത്തെ ഇയറിലൊക്കെ പറക്കുകയാണ് സാധനം. കരിമ്പിളിയേ ആന ഓടി വന്ന് വളയും പോലെയാണ് വളയണം. ഞാൻ ആദ്യം വിചാരിച്ചു ഇതാണ് നമ്മളെ വീടുന്ന്. ഇനി നമുക്ക് സ്ലോക്കി പോവാം. പെയ്യെ പോവാം, പെയ്യെ പോവാം, പെയ്യെ പോവാം. ഇത് ചെയ്യണല്ലേ, ഇതാണ് നമ്മളെ വീട്. ഇത് തന്നെ. നമുക്ക് ഇതിൻ്റെ പാർക്കിംഗ് സ്ഥലം എവിടെയാണോ എന്തോ. പാർക്കിംഗ് സ്ഥലം എവിടെ ഇരിക്കും? ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇവിടെ പാർക്കിംഗ് സ്ഥലം ഇടിച്ചു വണ്ടി. പാർക്കിംഗ് സ്ഥലം ഈ റോഡ് വഴി ആയിരിക്കും പോണം. പെയ്യെ പോണായിരിക്കും. നല്ല 5 വണ്ടി ഇടാനുള്ള സ്ഥലം ഇവിടെ ഉണ്ടല്ലേ. അവിടെ 3 വണ്ടി, ഇവിടെ 2 വണ്ടി. ഓക്കെ, അപ്പോൾ അത് കുട്ടിയാനെ നമുക്ക് ഇവിടെ ഇടാം. കുട്ടിയാനല്ല, കാട്ടാന. ഇവിടെ ഇടാം. പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തില്ല. സബ്സ്ക്രൈബ് ചെയ്യണേ. ഇറങ്ങടാ വണ്ടിന്ന്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. വീട്ടിൻ്റെ അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്തോ. നിങ്ങൾക്ക് ഈ വീട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടു കാണും. ദിസ് ഈസ് മൈ വീട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് എങ്ങനെയാണോ എന്താ കാരണം കയറാൻ പറ്റൂല. ഇനി സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ വീട് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് തുറക്കണം? നമുക്ക് അടയ്ക്കാം. ഓട്ടോമാറ്റിക് ഡോർ പ്ലസ് ലിഫ്റ്റ് ഉണ്ട്. ഇതെന്ത് റൂമാ? ബെഡ്റൂമാ? അല്ല, കിച്ചണാണ്. കിച്ചൺ തന്നെ. ഫ്രിഡ്ജൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട്. കിച്ചൺ തന്നെ. നമ്മുടെ ബെഡ്റൂം 3 നില മുകളിലാണെന്ന് തോന്നുന്നു.
ഒന്നര വീടാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടല്ലേ. ആടെന്തൊക്കെ കടലാണല്ലേ. അത് നമുക്ക് റിസോർട്ടായിട്ട് ഉപയോഗിക്കാം ഗൈസ്. പക്ഷേ ഈ ഗെയിമിൽ അങ്ങനത്തെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ പറ്റും. നമുക്കിനി സ്റ്റെപ്പ് കയറിപ്പോവാം. സ്റ്റെപ്പ് എങ്ങോട്ടാണോ എന്തോ. ഇതെന്ത് റൂമാ? ഇത് ജിമ്മാണല്ലേ. വീട്ടിൽ തന്നെ ജിമ്മൊക്കെ ഉള്ള ആദ്യമായിട്ട് കാണണം. ഇന്ത്യൻ ബൈക്കിൽ മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ അത് ഒറിജിനാലിറ്റി ഇല്ല. നമുക്ക് സ്റ്റെപ്പ് കയറി പോയി നോക്കാം. സ്റ്റെപ്പ് കയറുന്നില്ലേ? ഇനി നമുക്ക് സ്റ്റെപ്പ് കയറാം. എനിക്ക് തോന്നുന്നു മിക്കവാറും ഏറ്റവും മുകളിലായിരിക്കും നമ്മളെ റൂം എന്നാണ്. ഇവിടെ ഗെയിമിംഗ് സെറ്റപ്പ്സ് ഒക്കെ ഉണ്ടല്ലേ. ഇതാണ് ഗെയിമിംഗ് റൂമാണെന്ന് തോന്നുന്നു. ഇവിടെ മറ്റേ സംഭവമൊക്കെ ഉണ്ട്, ബോർഡിട്ട് കുത്തണം, അതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കയറാം. ഇതെന്തോ ഇവിടെ കൂടെ പുറത്ത് കാണാനല്ലേ. ഞാൻ വിചാരിച്ചു വാതിലാണ്. ഇപ്പോൾ താഴെ പോകുന്നത്. വീണ്ടും നമുക്ക് സ്റ്റെപ്പ് കയറി നമ്മുടെ റൂമിലേക്ക് പോവാം. എന്തുവാ ഇവിടെ കയറാൻ പറ്റുമോ? കയറിയ കൊള്ളാം. ഇതാണോ നമ്മളെ റൂം? എന്തൊരു വലിയ കിടക്ക. ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് കിടക്കണം രാത്രി. ആലോചിച്ച് നോക്കിയാണ് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി പുറത്തു പോകാൻ നിൽക്കുമ്പോൾ. അയ്യോ, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ ഈ വീട്ടിൽ തന്നെ കിടക്കും. ഇതാണ് നമ്മളെ ഓഫീസ് റൂം കേട്ടോ. നമ്മൾക്ക് ഗ്യാങ്ങൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതെന്നിട്ട് തന്നെ തോന്നുന്നു മോജിയും നമുക്കിത് തന്നത്. നമുക്ക് ഈ വീടൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കയറാൻ പറ്റുമോ? ഇല്ലല്ലേ. ഷിറ്റ്, കയറാൻ പറ്റിയ ഈ സെറ്റ് തന്നെയാണ്. ഇറങ്ങി പോവാം നമുക്കിപ്പോൾ. അവിടെ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ, എന്തുവാ? ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്ന പുതിയൊരു വീട് വാങ്ങിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പം നമ്മളിന്ന് ചെറിയൊരു ഓഫ് റോഡ് സ്ഥലമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളെ കരിമ്പനെ കാട്ടാനിനെ എടുത്തുകൊണ്ടാണ് നമ്മൾ പോകണം. നമ്മളെ കാട്ടാന വീട് ഇതാണ്. 5 വണ്ടി ഇടാൻ പറ്റും. മറ്റേ വീടിൻ്റെ കാര്യം കൊള്ളാം. പക്ഷേ ഒരു വിഷയമേ ഉള്ളൂ ഗൈസ്, അവിടെ ഗ്യാരേജൊന്നും അടുത്തില്ല. അപ്പം നമുക്ക് പോവാം. നമ്മൾ ആനക്കൂട്ടൻ സ്റ്റാർട്ട് റിവേഴ്സ് ഇട്ടാ നമുക്ക് പോവാം. എന്ത് വണ്ടി കറങ്ങി വരുന്നില്ല. വന്ന്